നമസ്കാരം. നമ്മളിൽ പല ആൾക്കാരും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സമയത്ത് ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് പറയട്ടെ. നമ്മൾ പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. കാരണം പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ പല ആൾക്കാരും ഒരുപാട് യൂട്യൂബിൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ വീഡിയോസ് കണ്ട് അവർ ഒരുപാട് ആൾക്കാർ വാങ്ങിയ വലിയ എമൗണ്ടിൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവും. ഇതാണ് പണം ഉണ്ടാക്കാനുള്ള മാർഗമെന്ന് മനസ്സിലാക്കിയ ശേഷം അവർക്ക് ആവശ്യമില്ലാത്ത, അല്ലെങ്കിൽ അവരെ പൂർണ്ണമായും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ അവരുടെ ഭാവി വേറൊരാളുടെ ഭാവി തന്നെ ആവണം നമ്മുടെ ഫ്യൂച്ചർ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ ആവശ്യമാണ് നമ്മുടെ ആവശ്യം എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ പലപ്പോഴും വേറൊരാളുടെ ലൈഫിനെ കോപ്പി ചെയ്തുകൊണ്ട് അവനവൻ്റെ ആവശ്യങ്ങൾ കാണാതെ പോകുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെയുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. സോ ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഗോൾ ഓറിയൻറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയണത്? അല്ലെങ്കിൽ ഗോൾ ഓറിയൻറ്റഡ് അല്ലാതെ നമ്മൾ പ്രത്യേകിച്ചൊരു ഒരു ചിന്തയും ഇല്ലാതെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാശുണ്ടാക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിന് എന്താണ് പോരായ്മ എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ പറയാൻ പോകുന്നത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഗോൾ ഉള്ള വ്യക്തികളും ഗോൾ ഇല്ലാത്ത വ്യക്തികളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അവർ തമ്മിലുള്ള മെയിനായിട്ട് ഫ്യൂച്ചറിൽ, അതായത് റിട്ടേൺസ് വാങ്ങുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്നും കൂടി നമുക്കൊന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഈ ഗോളിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഡയറക്ഷൻ ഉണ്ടാവും. അതായത് എങ്ങനെയാണ് ആ ഫിനാൻഷ്യൽ ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് കുട്ടിക്ക് ഇത്ര വയസ്സാകുമ്പോൾ എനിക്ക് ഇത്ര രൂപ ചിലവുണ്ടാവും, ആ സമയത്ത് ഞാൻ അതിനു വേണ്ടി കണ്ടുവച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെ ഒരു വീട് വാങ്ങാനാണെങ്കിൽ ആ വീടിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ആ ഒരു വീടിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ. എനിക്ക് ഗവൺമെൻറ് ജോലിയല്ല, അതുകൊണ്ട് തന്നെ ഞാനൊരു ബിസിനസ്സുകാരനാണ്, അതുകൊണ്ട് തന്നെ ഞാനൊരു റിട്ടയർമെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്, ഞാനൊരു ബിസിനസ്സുകാരനായതുകൊണ്ട് എനിക്കൊരു ഭാവിയിലൊരു കാശിന് ഒരാളുടെ മുന്നിൽ കൈ നീട്ടാൻ പാടില്ല, സോ റിട്ടയർമെൻറ്റിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇന്നൊന്ന് ആലോചിച്ച് നോക്കുക. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ പ്ലാനൊക്കെ ചെയ്യുന്ന സമയത്ത് ചില രക്ഷിതാക്കൾ പറയാറുണ്ട്, 5000 രൂപ അല്ലെ 10000 രൂപ എനിക്ക് ഇന്ന് മാറ്റിവെക്കാൻ മന്ത്ലി പറ്റാറില്ല. ഒന്ന് മനസ്സിലാക്കുക, ഇന്ന് 10000 രൂപ മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് നിങ്ങളുടെ നല്ല പ്രായമാണ്, ഇന്ന് നിങ്ങൾക്ക് ഇൻകം ഏണിംഗ് പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ഈ സമയത്ത് നിങ്ങൾക്കത് മാറ്റിവെക്കാൻ പറ്റിയില്ലെങ്കിൽ 10-15 വർഷത്തിനപ്പുറം ആ സമയം വന്നു ചേർന്ന ശേഷം, അതായത് കുട്ടിയുടെ പഠനത്തിന് തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയൊരു എമൗണ്ട് ആവശ്യമാണ് എന്ന് പറയുന്നൊരു നിമിഷം വന്ന ശേഷമാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഇന്ന് 10000 മാറ്റിവെക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് ലക്ഷങ്ങൾ മാറ്റിവെക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡയറക്ഷൻ നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഉണ്ടാക്കിയെടുക്കാൻ ഈ പറഞ്ഞ ഗോൾ ഓറിയൻറ്റഡായി നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുന്നുണ്ടാവും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ അത് സേഫ്റ്റി ആണത് കൂടുതൽ നോക്കേണ്ടത്, ലോങ് ടേം ആണെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്ന രീതിയിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറയാറുണ്ട്. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൃത്യമായി പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോൾ ഓറിയൻറ്റഡായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളായിരിക്കണം. മൂന്നാമത്തെ കാര്യമായിട്ട് ഇമോഷണലി എടുക്കുന്ന ഡിസിഷൻസിനെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നമാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്ലാൻ ചെയ്തത് കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നുള്ള രീതിയിലാണെന്ന് കൂട്ടുക. കുട്ടിക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്ത വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ യുദ്ധം ബാധിക്കുന്ന കാര്യമല്ല. കാരണം എന്താ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ മാത്രമേ കാശ് വേണ്ടൂ. റിട്ടയർമെൻറ്റ് ചിന്തിക്കുന്ന 40 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ റിട്ടയർമെൻറ്റ് എന്ന രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി ആ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ പ്ലാൻ പുള്ളി ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ പുള്ളിക്ക് ഈ പറഞ്ഞ കാര്യം ബാധകമല്ല. നേരെ മറിച്ച് നമ്മൾ പ്ലാനിങ് ഇല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കാശ് ചിലപ്പോൾ 1000 രൂപയോ 2000 രൂപയോ 5000 രൂപയ്ക്ക് താഴേക്ക് പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ആ സാഹചര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, 2-3 മാസത്തിന് ശേഷം ഇതേ കാശ് ഇതിനേക്കാൾ കൂടുതൽ ലാഭത്തിലൂടെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. കാരണം മാർക്കറ്റ് തിരിച്ച് കയറി വരും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സോ അതുപോലെയുള്ള ഇമോഷണൽ ഡിസിഷൻസിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. അടുത്തൊരു കാര്യമാണ്, എവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ അസറ്റ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു അസറ്റ് അലോക്കേറ്റർ എന്ന് പറഞ്ഞൊരു ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടാവും. കാരണം
നമുക്കറിയാം ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഹൈബ്രിഡ് ഫണ്ടുകളിലെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെപ്റ്റ് ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഇങ്ങനെ പലതരത്തിൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലേറ്റവും ബെസ്റ്റ് നിങ്ങൾക്ക് ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾ ഈ പറഞ്ഞ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ് അവിടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടാവുക. അടുത്തതാണ് ട്രാക്കിംഗ്. നമ്മൾ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫണ്ടാണ് നമ്മൾ ചെയ്യണതെങ്കിൽ ആ വീട്ടിലേക്കാണോ നമ്മൾ പോകുന്നത്, ആ വീടിൻ്റെ നിർമ്മാണത്തിലേക്കാണോ ഈ ഫണ്ട് എന്നെ കൊണ്ടുപോയി എത്തിക്കുക എന്നുള്ളത് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. പ്രത്യേകിച്ചൊരു പ്ലാനിങ് ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന രീതിയിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം നിർബന്ധമില്ല. സോ ഈ രീതിയിൽ നമ്മൾ ട്രാക്കിംഗ് ചെയ്ത് മുന്നോട്ട് പോകാനും ഈ പറയുന്ന തരത്തിലുള്ള നമ്മുടെ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളെ വല്ലാത്ത രീതിയിൽ സഹായിക്കുന്നുണ്ടാവും. അതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഡിസിപ്ലിനെ എൻകറേജ് ചെയ്യുക, പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ ഡിസിപ്ലിനെ എൻകറേജ് ചെയ്യുക. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് SIPs. നമുക്കറിയാം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്. ഈ പറയുന്ന ഒരു നിശ്ചിത കാശ് നമ്മൾ എല്ലാ മാസവും മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് SIP എന്ന് പറയുന്നത്. ആ ഒരു പ്രക്രിയ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവണം. ഒരു എക്സാമ്പിളായിട്ട് 10,000 രൂപ നമ്മൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ കല്യാണത്തിനൊക്കെ മാറ്റിവെക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എൻ്റെ 10,000 രൂപ ഞാൻ അടച്ചില്ലെങ്കിൽ അതെൻ്റെ മകളുടെ വിദ്യാഭ്യാസത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന തരത്തിൽ നിന്ന് എനിക്കൊന്ന് പുറകോട്ടേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ ആ വ്യക്തിക്ക് വരികയാണെങ്കിൽ അവിടെ ആ വ്യക്തി അത് കൃത്യമായിട്ട് അടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള പ്ലാനിങ് ഒക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവുക. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ കാശൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം, പക്ഷേ അത് നമ്മൾ പറയില്ല അവിചാരിതമായി കിട്ടിയ ഒരു നിധി എന്നൊക്കെ കാണുന്ന രീതിയിൽ കാണേണ്ടി വരും. അല്ലാതെയാണെങ്കിൽ പ്ലാൻ ചെയ്ത് തന്നെ പോവുക. ഓരോ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ ആവശ്യം എന്നുള്ളത് ആദ്യം പ്ലാൻ ചെയ്യുക. ആ പ്ലാനിങ്ങിലേക്ക് എത്താനുള്ള ഓരോരോ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കിയിട്ട് മുന്നോട്ട് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഫിനാൻഷ്യലി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും തോറ്റിട്ടില്ല. നമ്മൾ പറയാറുണ്ട് ഇഫ് യു ആർ ഫെയിലിംഗ് ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്ന് പറയാറുണ്ട്. ഇത് തന്നെയാണ് ഇവിടെയുള്ളത്. കൃത്യമായി പ്ലാൻ ചെയ്യുക. നല്ല ജീവിത വിജയം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്.